കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ സംഘപരിവാർ ശക്തികൾക്ക് വളരാൻ കഴിയും വിധം വളം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് CPM നേതാക്കൾ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ പലപ്പോഴും അങ്ങനെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. AK ബാലൻ CPMൻ്റെ സമുന്നത നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെയാണ്: മാറാടുകൾ ആവർത്തിക്കപ്പെടും. ഇങ്ങനെയുള്ള രീതിയിലേക്ക് കേരളത്തിലെ ചർച്ചകൾ എന്തിനാണ് മാറ്റിയെടുക്കാൻ CPM ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇത് തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് തിരുത്താൻ CPM സന്നദ്ധമാകണം. ഇപ്പോൾ ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അത്തരം വർത്തമാനങ്ങളൊക്കെ ഇത് CPMൻ്റെ രീതിയാണ്. കുറച്ച് പറയുക, പറഞ്ഞ ശേഷം അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുക, അതിനനുസരിച്ച് ചാനൽ ചർച്ചകൾ ഉണ്ടാകും. അതിൽ സഖാക്കളൊക്കെ വന്നിട്ട് ഇതിനെ ഉപജീവിച്ച് കുറേയധികം ബൈറ്റുകളും അതേപോലെ തന്നെ കട്ടിങ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രചരിപ്പിക്കുക. ശേഷം അതിനൊരു ഖേദപ്രകടനം നടത്തുക. നേടേണ്ടതെല്ലാം നേടിയ ശേഷം ഒരു ഖേദപ്രകടനം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ഈ അപകടകരമായ പ്രസ്താവന നടത്തിയ മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവരെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരായ അതിശക്തമായ നീക്കം കേരളീയ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സജി ചെറിയാൻ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇത്തരം പ്രവണതകൾക്കെതിരെ അതിശക്തമായ താക്കീതായിരിക്കും അത് എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ അഭിപ്രായം. സജി ചെറിയാൻ തിരുത്തിയിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ദിവസമായി അതിനെക്കുറിച്ച് ഉപയോഗിച്ച് എല്ലാ ചർച്ചകളും നടക്കുകയാണ്. ഇത് കുറേ കാലമായി നടക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു അഭിമുഖത്തിൽ ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനത്തെക്കുറിച്ച് നമുക്കറിയാം. മലപ്പുറത്തെക്കുറിച്ചുള്ള വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു നരേഷൻ സൃഷ്ടിക്കുന്ന ഒരു അഭിമുഖമുണ്ടായി. 2 ദിവസം അതിന് ചർച്ച നടന്നു. അവസാനം അത് PR ഏജൻസിയോ മറ്റോ നടത്തിയതാണെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന ഈ ലൈൻ ചർച്ചയാക്കിയ ശേഷം അതിൻ്റെ ഗുണഫലം ആഗ്രഹിക്കുന്ന നീക്കങ്ങളിലൂടെ നേടിയെടുത്ത ശേഷം പിന്നീട് ഖേദപ്രകടനം നടത്തിയിട്ട് എന്താണ് അതിൻ്റെ ഗുണം? ഇത് ആവർത്തിക്കുന്നത് ഇത്തരം പ്രോത്സാഹനങ്ങൾ കൊണ്ടല്ലേ? ഒരിക്കലും അത് തിരുത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ സഖാവ് ബാലൻ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നമുക്ക് കാണാം. നേരത്തെ തന്നെ മറ്റു ചില സമുദായ നേതാക്കന്മാർ ആ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു. ജനുവരി 6-ന് സഖാവ് AK ബാലൻ അങ്ങനെ പ്രസ്താവന നടത്തുന്നു. പിന്നീട് അത് തിരുത്തുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണ് CPM തീരുമാനിക്കുന്നത്. BJP ലൈനിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ആ ലൈനിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ഖേദപ്രകടനമല്ല അതിന് വേണ്ടത്, ശക്തമായ നടപടിയാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്.